ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റി ഗെയിമോടാണ് വന്നേക്കുന്നത്. പ്ലേഗിങ്. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ഡിസീസ് ഉണ്ടാക്കാം. ഞാൻ ബാക്ടീരിയ ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ പേരെന്ത് കൊടുക്കും? ടിമ്മെന്ന് കൊടുക്കാം. ജനറ്റിക് മോഡിഫിക്കേഷൻ അതൊന്നും വേണ്ട, അതൊന്നും കുഴപ്പമില്ല. നമുക്ക് കളിയിലോട്ട് നേരെ കയറാം കേട്ടോ. എനിക്കറിയാം കേട്ടോ. ഓക്കെ ഗൈസ്, ഫോണായതുകൊണ്ട് ഇച്ചിരി ഇതാണോ ക്ലംസി ആട്ടോ. എല്ലാം ഇങ്ങനെ ഇതായിട്ട് നമ്മൾ എവിടെ തുടങ്ങും? നമുക്ക് പ്ലെയിനും ഇതും വേണം, എയർപോർട്ടും പോർട്ടും ഉള്ളൊരു തുടങ്ങിയിട്ടേ കാര്യമുള്ളൂ. ഗൈസ്, ഈജിപ്തിൽ ഉണ്ട് കേട്ടോ. ഈജിപ്തിന് രണ്ടുമുണ്ട്, സ്പെയിനിനുണ്ട്. ഓക്കെ, നമുക്ക് ഈജിപ്തിൽ നിന്ന് തുടങ്ങാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഇത് തുടങ്ങിയിട്ടുണ്ട്. ബോട്ടൊക്കെ പോകുന്നു ഈജിപ്തിൽ നിന്ന് പിടിച്ചോളേ. അപ്പോൾ ഗൈസ്, നമുക്ക് ഈജിപ്തിൽ ഇത്തരം പേര് കിട്ടുകയാണ്. നമുക്ക് വേൾഡിൽ റെഡ് അല്ല, ഇൻഫെക്റ്റഡ് ആണ്. നമുക്ക് DCC പോയിട്ട് ട്രാൻസ്മിഷനിൽ പോയിട്ട് DNA പോയിൻറ്റ്സ് കിട്ടട്ടെ കേട്ടോ. നമുക്ക് DNA പോയിൻറ്റ്സ് കിട്ടി കഴിയുമ്പോൾ നമുക്കിത് പടർത്താം കേട്ടോ. എത്രയുണ്ട്? ഈജിപ്തിൽ 3 പേരുണ്ട് ഗൈസ്. നമ്മൾ പയ്യെ കയറത്തുള്ളൂ, കാരണം ട്രാൻസ്മിഷൻ പോയിട്ട് ഇതിന് 10 ആവും, ഇതിന് 12 ആവും, ഇതിന് 9 ആവും. ഇനി 9 കൂടെ വേണം. ഈ വാട്ടർ എയർ ഭയങ്കര ഒപ്പി കേട്ടോ. സെറ്റ് ചെയ്യാം DNA പോയിന്റ്സ്. അപ്പം നമുക്ക് വാട്ടർ സെറ്റ് ചെയ്യണം, ഇനിയും വേണം. ഇപ്പോൾ ഈജിപ്തിൽ 4 പേർക്കായിട്ടുണ്ട്. ഇന്ത്യ തുടങ്ങായിരുന്നു കേട്ടോ. ഇതെവിടെ ഡേറ്റ് കാണിക്കാനുണ്ട്. നമുക്ക് 2 weeks പോകാൻ പറ്റുമോ? ഓക്കെ, 9 ആയിട്ടുണ്ട്. നമുക്ക് വാട്ടർ ഇവോൾവ് ചെയ്താലേ വാട്ടർ ഇവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തുള്ള കൺട്രിയിലോട്ട് പോയിട്ടുണ്ട്. ഏതൊക്കെ കൺട്രീസാണ് കാണാൻ പറ്റുമോ? വേൾഡ് ഗ്രാഫ് അല്ല, ഏതൊക്കെ കൺട്രീസിലാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് ഈജിപ്റ്റ് മാത്രമായിട്ടുള്ളൂ. അടുത്ത കൺട്രീസ് ഇപ്പോൾ തന്നെ വരും. നമുക്ക് സ്പീഡ് കൂട്ടാം കേട്ടോ, കാരണം ഓക്കെ സ്പീഡ് കൂട്ടാൻ പറ്റൂല. നമ്മൾ എന്നെ പരിപാടി കാണിച്ച് അപ്ഗ്രേഡ് ഷിപ്സ് അത് അപ്ഗ്രേഡ് ചെയ്യാം. സിംറ്റംസ് നമുക്കിപ്പോൾ വേണ്ട കേട്ടോ, കാരണം പണി പരുമളത്തേക്ക് കിട്ടും. ഇപ്പോൾ ഈജിപ്റ്റ് സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ ഓക്കെ ഗൈസ്. അപ്പോൾ ഇൻഫെക്റ്റഡ് പീപ്പിൾ അതെ 50 കടന്നിട്ടുണ്ട്. 15 DNA പോയിൻറ്റ്സ് ഉണ്ട്. 16 എണ്ണമായി. നമുക്ക് എയർ 1 കൊടുക്കാം. അപ്പോൾ ഈജിപ്തിൽ മാത്രമേ ഉള്ളൂ തോന്നുന്നു. നോക്കട്ടെ, ഈജിപ്തിൽ മാത്രമേ ഉള്ളൂ. ഇനി കയറി വരും. ഡിസീസ് ഗ്രാഫ് നോക്കട്ടെ. ഇൻഫെക്റ്റിവിറ്റി ഉള്ളൂ, സിവിയറിറ്റി ഒരു ശകലം ഉള്ളൂ. അതുകൊണ്ട് ഡെത്ത്സ് ഒന്നും ഇപ്പോൾ നമുക്ക് വേണ്ട. ഇച്ചിരിയോടെ കഴിഞ്ഞിട്ട് പയ്യെ ചെറിയ ഡെത്ത്സ് കൊടുത്താൽ മതി. നമ്മൾ നോർമലിലാട്ടോ കളിക്കുന്നത്. പ്രസ് ദ കൺട്രീസ് നെയിം. ഓക്കെ അപ്പോൾ നമുക്കൊരു ഇത് തന്നെ കേട്ടോ. ഇപ്പോഴും നമ്മൾ ഈജിപ്തിൽ നല്ലോണം ഇത് ചെയ്യുന്നുണ്ട്. നമുക്ക് 12 എണ്ണം ഉണ്ട്. ഈജിപ്തിൽ നമുക്ക് അത്യാവശ്യം പോപ്പുലേഷൻ ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇതിന് നല്ല പോയിൻറ്റ്സ് വേണം. ഇപ്പോൾ നമുക്ക് മൊസ്കിറ്റോ ചെയ്യാം കേട്ടോ. ഇപ്പോൾ മൊസ്കിറ്റോയും പടർത്തുന്നുണ്ട്. ഉദയം 100 കഴിഞ്ഞു. നമുക്ക് അപ്പോൾ പയ്യെ സെറ്റാക്കാം. ഇവിടെ നിന്നൊന്നും പോണില്ല ഈജിപ്തിൽ നിന്ന്. കേട്ടോ, സൂം ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ.
4 DNA പോയിന്റ്സ് ഒക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു ഫെർദർ എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ നമുക്ക് സെറ്റാക്കാം. വരെ അതെ സൗദി അറേബ്യയിലും വന്നിട്ടുണ്ട് ഗൈസ്. രണ്ടാമത്തെ സൗദി അറേബ്യ ആണ് നമ്മുടെ രണ്ടാമത്തെ രാജ്യം. എത്ര പേരുണ്ട്? 15 പേര് സൗദി അറേബ്യ ഇൻഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പം 1000 മൊത്തത്തിൽ കുറേ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പയ്യെ ടീം വേൾഡിനെ പിടിച്ചടക്കുക കേട്ടോ. സിംറ്റംസ് ഒന്നും ആയിട്ടില്ലല്ലോ. ഇല്ല സിംറ്റംസ് ഒന്നും ആയിട്ടില്ല. നമുക്കിപ്പോൾ സിംറ്റംസ് വേണ്ട. അപ്പോൾ പയ്യെ നമ്മുടെ ടീം ലോകത്തെ പിടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇച്ചിരി കൂടെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വേൾഡിൽ ഇൻഫെക്റ്റഡ് ആൾക്കാരെ 1 ലക്ഷം കടന്നു. അപ്പോൾ 4 ലക്ഷം അടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോഴും സൗദി അറേബ്യയും ഈജിപ്തും മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അത് പോയിട്ട് അപ്പോൾ വേറൊരു രാജ്യം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ സിംറ്റം പോയിട്ട് ഇത് ഡിവോൾവ് ചെയ്യണം. യെസ്, കാരണം ഇപ്പം നമുക്ക് സിംറ്റംസ് വേണ്ട. സിംറ്റംസ് ആണെങ്കിൽ ഈ ചെറിയ മണ്ടൻ സിംറ്റംസൊക്കെ മതി. വലിയ സിംറ്റംസൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടും. റാശി ഇരുന്നോട്ടെ. ചുമക്കണെന്തിനാ? ഓക്കെ. അതെ വെയിറ്റ് ചെയ്യുക. സിംറ്റംസ് റാഷ് മാത്രമാണ് വയസ്സുള്ളൂ. അപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കും. പക്ഷെ നമുക്ക് പയ്യെ ഇൻഫെക്റ്റിവിറ്റിയും കൂട്ടാം. റാഷാണെങ്കിൽ ഇത് UK എത്തി ഗൈസ്. UK മിഡിൽ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഏത് രാജ്യമാകുമോ? ഇത് ഈസ്റ്റ് ആഫ്രിക്ക മൊത്തം ഒരു രാജ്യമായിട്ടാണ് അവർ കൂട്ടിയേക്കുന്നത്. മിഡിൽ ഈസ്റ്റ് ഇതാണോ? എവിടെ മിഡിൽ ഈസ്റ്റ്? എവിടെ മിഡിൽ ഈസ്റ്റ്? ഇതാണ് ഈ ഒരു ജോർഡൻ ഏരിയ കേട്ടോ. UK 9 പേർക്കുണ്ട്. ഏതൊരു ഷിപ്പ് പോകണ്ട. ഇങ്ങോട്ടാ ഇങ്ങോട്ടാ സൗത്ത് ആഫ്രിക്ക എത്തിയിട്ടുണ്ട്. നമ്മൾ ആഫ്രിക്കയുടെ മറ്റേ അറ്റം പിടിച്ചിട്ടുണ്ട്. ട്യൂബർകുലോസിസിനേക്കാളും കൂടുതൽ ആൾക്കാരെ നമ്മൾ ഇൻഫെക്റ്റ് ചെയ്തിട്ടുണ്ട് ടീമിനെ കൊണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനിയാണ് എബിലിറ്റീസിലോട്ട് നോക്കേണ്ടത്. ഡ്രഗ് റെസിസ്റ്റൻസ് കൂട്ടണം. കോൾഡ് റെസിസ്റ്റൻസും വേണം, അല്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. പിന്നെ അതെ, അമേരിക്കയ്ക്ക് വേറൊരു ഷിപ്പ് കൂടെ അയച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം നന്നായി നടക്കുന്നു. ഇപ്പം എത്ര രാജ്യങ്ങളുണ്ടെന്ന് നോക്കാം. സ്പ്രെഡ് ഇന്ത്യയിലെത്തി ഗൈസ്. ഇപ്പം നമ്മൾ പയ്യെ ഇതാക്കുവാണ് കേട്ടോ. ഈജിപ്തിൽ തന്നെയാണെന്ന് തോന്നുന്നു. കണ്ടോ, വളരെയധികം ആൾക്കാർ ഈജിപ്തിൽ നമ്മൾ ഇൻഫെക്റ്റ് ചെയ്തിട്ടുണ്ട്. സ്പെയിനിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ അധികം രാജ്യങ്ങളിൽ ഇത് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബോട്സ്വാനയിലൊന്നുമില്ല. ഓക്കെ, സൗത്ത് ആഫ്രിക്കയിലുണ്ട്, കുറേ ഉണ്ട്. ഇങ്ങോട്ടൊക്കെ ലാൻഡ് വഴിയാണ് കേസ് എത്തത്തുള്ളൂ, അല്ലാതെ എത്തത്തില്ല. മഡഗാസ്കറിൽ ഷിപ്പ് വഴി. നമ്മളിപ്പോൾ HIV കൂടുതൽ ഇൻഫെക്ഷൻസ് ആണ്. ഇതൊക്കെ പൊട്ടിച്ചിരി സാധനം കിട്ടട്ടെ ഗൈസ്. ഇവിടെ ഉള്ള എല്ലാവരെയും നമ്മൾ ഇത് ചെയ്തു ഗൈസ്. ക്യൂർഗ്രാഫ് അവർ ക്യൂർ തുടങ്ങിയിട്ട് പോലുമില്ല. ബോട്ട് ഫീസ് സ്കിൻസ് വിത്തൗട്ട് ട്രീസ്. നമുക്ക് ന്യൂസ് നോക്കാം കേട്ടോ. എന്തൊക്കെയോ മണ്ട ന്യൂസൊക്കെയാണ്. നമുക്ക് വേണ്ട അങ്ങനെ വലിയ ന്യൂസൊന്നും ഇല്ല. ഒരു പ്ലെയിൻ ജപ്പാനിൽ എത്തിയിട്ടുണ്ട്. അത് കൂട്ടിയത് ഇപ്പോൾ അമേരിക്കയിൽ കുറേ ഉണ്ടാവില്ല. 5-6 ഷിപ്പ് അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെ കുറേ ഉണ്ട്. നമുക്ക് എബിലിറ്റീസിൽ പോയിട്ട് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ചെറിയ സിംറ്റംസ് ഇപ്പോഴേ ഇത് ചെയ്ത് തുടങ്ങാനുള്ളതാണ്, അല്ലെങ്കിൽ ശരിയാവില്ല. അത്ര സ്വെറ്റിങ്, നമുക്ക് ഇത് പയ്യെ ഇതാക്കാം കേട്ടോ. ഇപ്പോൾ എത്ര രാജ്യങ്ങളുണ്ടെന്ന് നോക്കാം ഗൈസ്. ഈജിപ്ത് തുടങ്ങിയ രാജ്യം, പിന്നെ ഇത്രയും രാജ്യങ്ങളിലുണ്ട് ഗൈസ്. നമ്മൾ യൂറോപ്പിലോട്ട് അങ്ങനെ
കടന്നു കയറിയിട്ടില്ല, പക്ഷെ പയ്യെ കടന്നു കയറും. ഏഷ്യയിലോട്ടും പയ്യെ കടന്നു കയറിക്കോളും. അപ്പോൾ എല്ലാ കോണ്ടിനെൻറ്റിലും എത്തിയിട്ടുണ്ട്. ഗ്രീൻലാൻഡിൽ എത്തണമല്ലോ. അതാണ് കേട്ടോ ഈ ഗെയിമിലെ ഏറ്റവും പാടുള്ള സ്ഥലം. ഇൻഫെക്റ്റ് ചെയ്യാൻ ഗ്രീൻലാൻഡാണ്. അവിടെ അടുത്ത കൺട്രി ചൈനയിലെത്തിയ ചൈനയിലിപ്പോൾ എത്തിയത്. റഷ്യയിലെത്തിയിട്ടില്ലല്ലോ. ഓക്കെ, സ്വീഡനിൽ ഇപ്പോൾ ഒരു ഇത് വന്നേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ആൾക്കാരെ എനിക്ക് ഇൻഫെക്റ്റ് ചെയ്യാമായിരുന്നു. ഇന്ത്യയിലോട്ട് വേറൊരു ബോട്ട് പോയിട്ടുണ്ട്. ഇന്ത്യയിൽ കുറേ അധികം ആൾക്കാരുണ്ട് കേട്ടോ. 7 എണ്ണം. നമുക്കിവിടെ വന്നിട്ട് ട്രാൻസ്മിഷനൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. റാറ്റ് പറ്റില്ല. സിംറ്റംസ് ഇതോടെ ചെയ്യാൻ കഴിയും. നമുക്കിപ്പോൾ തൽക്കാലം സിംറ്റംസ് മതി, വേറെ കൂടുതൽ സിംറ്റംസ് വേണ്ട. കസാക്കിസ്ഥാനിലും ഓക്കെ ഈജിപ്തിലേക്ക് നമ്മൾ കണ്ടുപിടിച്ചു കേട്ടോ. ന്യൂ മൈനർ ഡിസീസ് സ്പ്രെഡിങ് അതവർ കണ്ടുപിടിച്ചോട്ടെ. എല്ലായിടത്തും ആവും അത്. അതുപോലെ തന്നെ നമുക്ക് ഇൻഫെക്ഷസ് റേറ്റ് കൂട്ടണമല്ലോ. ട്രാൻസ്മിഷനിൽ ഇത് 13, ഇത് 15, ഇത് 10. നമുക്ക് ബേർഡ്സ് ആദ്യം വേണം ഗൈസ്. ബേർഡ്സ് നല്ലതാണ്. ഓക്കെ ബേർഡ്സിന് 15 വേണം ഗൈസ്. ബ്ലഡാണ് മിക്കാനും ഏറ്റവും ഉപയോഗമില്ലാത്ത സാധനം ഇതിനകത്ത്. ബേർഡ്സ്, റാറ്റ്, ഇത് ഷേപ്പ്. നമുക്ക് റാറ്റ് തുടങ്ങാം. 2 കിട്ടിയത് ഇവിടെയൊക്കെ ഉണ്ട്. ബാൾട്ടിക് സ്റ്റേറ്റ്സിലൊക്കെ ഇവിടെയൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. സൗദി അറേബ്യയിലൊക്കെ കുറേ ഉണ്ട് കേട്ടോ ഗൈസ്. ഇന്ത്യയിലൊക്കെ ഇവിടെയൊക്കെ പൊട്ടിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഡ്രാഗൺ എബിലിറ്റീസ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ്. ഹീറ്റ് റെസിസ്റ്റൻ്റ് ഇതൊന്ന് വേണം. ഓക്കെ, ഈ ജനറ്റിക് ഷഫിൾ ചെയ്യാനും കഴിഞ്ഞിട്ട് മേടിക്കാം നമുക്ക്. അത് നമുക്ക് ഈ ഹീറ്റ് വേണം. സിംറ്റംസ് ഒന്നും വന്നിട്ടില്ലല്ലോ, നമുക്ക് ആവശ്യമില്ലാത്തതൊന്നും ഇല്ല ഗൈസ്. ഇവിടെയൊക്കെ ഉണ്ട്. അഫ്ഗാനിസ്ഥാനിലൊക്കെ വന്നിട്ടുണ്ട്, പാകിസ്ഥാനിലുണ്ട്, ഇന്ത്യയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട് ഗൈസ്. വേൾഡ് എത്രയാണ് നോക്കും ഗൈസ്. വേൾഡിൽ 1 ബില്യൻ്റെ അടുത്ത് ആൾക്കാരെ നമ്മൾ ഇൻഫെക്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടീമിനെ കൊണ്ട്. വേൾഡിൽ ഡേറ്റ നോക്കാം ഗൈസ്. ഇനി സെയിം നമ്മൾ ഇൻഫെക്റ്റ് ചെയ്ത് അത്രയും കൺട്രീസ് തന്നെ ഇനി ഇൻഫെക്റ്റ് ചെയ്യാനുള്ളൂ കേട്ടോ. കൃത്യമാണ്. കാനഡയിലൊക്കെ ഒന്നും പോയിട്ടില്ല കേട്ടോ. നിങ്ങൾ ഇച്ചിരി ബസ്സൊക്കെ അങ്ങോട്ട്, നിങ്ങളൊരു ഷിപ്പും വിമാനമൊക്കെ അങ്ങോട്ട് വിടുന്നേ. ഇത് ഇവിടെ കാനഡയിൽ കഫ് ഇപ്പം വേണോ? കഫ് അത് നോക്കട്ടെ. കഫ് കുഴപ്പമില്ല, കഫ് കിടക്കട്ടെ ഗൈസ്. അപ്പോഴത്തേനും നമുക്ക് ഹീറ്റ് റെസിസ്റ്റൻസ് വാങ്ങിക്കാം. അല്ലെങ്കിൽ ചൂടുള്ള ഏരിയയിലോട്ടൂടെ ചെന്നു. ഈ ചൂടുള്ള ഏരിയകളിലോട്ടൂടെ ചെന്നു. കോൾഡ് റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇച്ചിരി ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. ഇങ്ങോട്ടൊരു ഷിപ്പ് വിടാനെങ്കിലും കണ്ടോ, ഈ ചൂടുള്ള ഏരിയകളിലൊക്കെ പയ്യെ പോപ്പായി തുടങ്ങുന്നുണ്ട് ഗൈസ്. ഇത് കുറേ അധികം ഇത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ട്രാൻസ്മിഷനിൽ പോയിട്ട് എബിലിറ്റീസിൽ പോയിട്ട് കോൾഡ് റെസിസ്റ്റൻസോടെ ചെയ്യാം ഗൈസ്. ഓക്കെ, സൗദി അറേബ്യയാണ് ആദ്യത്തേത് ക്യൂർ ചെയ്യാൻ നോക്കുന്നത്. നമുക്ക് ക്യൂറും നോക്കാം. 0% കേട്ടോ. എത്ര ടൈം ഉണ്ടെന്ന് കാണിക്കുന്നില്ലല്ലോ. എത്ര ടൈം ഉണ്ടെന്ന് കാണിക്കുന്നില്ല ഗൈസ്. എത്ര വർഷം എടുക്കുമെന്ന് കാണിക്കുന്നില്ല. ഗെയിം ഇപ്പോൾ ഏകദേശം 27 ഗൈസ്. 2027 എല്ലാം നോക്കട്ടെ. എവിടെയൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം.
സുഡാൻ, സൗദി അറേബ്യ, ഇത് എനിക്ക് തോന്നുന്നു ഇനി മൊത്തം എല്ലാവരും ഇൻഫെക്റ്റഡ് ആണ് ഈ 3 കൺട്രീസിലെയും. നമുക്ക് ഇനി താഴോട്ട് പോവാം. ഇനി ഐലൻഡ് കൺട്രീസാണ് മെയിൻ, പിന്നെ സെൻട്രൽ യൂറോപ്പൊക്കെ അതൊക്കെ തന്നെ ആയിക്കോളും. ഗ്രീൻലാൻഡിലോട്ടൊന്നും ഒന്നും ഇങ്ങോട്ട് ചെല്ലുന്നില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു സാധനം. ഓക്കെ ഗൈസ്, നമുക്ക് കുറേ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതും ചെയ്യാം ഗൈസ്. മാക്സിമം ലോകം മൊത്തം പടരട്ടെ. ഇങ്ങോട്ട് ആ ഷിപ്പിലൊക്കെ ഇത് ആൾക്കാർക്ക് കയറിയിരിക്കാൻ പാടില്ല. ഇവരെന്തൊക്കെ സാധനങ്ങളല്ല, അതിനകത്ത് കയറിയിരിക്കാൻ പാടില്ലേ? നമ്മുടെ ഒരു ഒരു രോഗം നടന്നു പോക്കൂടില്ലേ? ഇവിടെയൊക്കെ വരുന്നുണ്ട്. ഐസ്ലാൻഡിൽ വന്നു, ഇനി അങ്ങോട്ട് വരാനുണ്ട്. 21 പോയിന്റ്സ് ഉണ്ട്. നമുക്ക് എബിലിറ്റീസ് പോയിട്ട് ചൂട് ഇതെത്രയാ? ഓക്കെ ഗൈസ്, അതുകൂടെ മതി. ഇനി നമുക്ക് ക്ലൈമറ്റിൻ്റെ പരിപാടി ഒന്നും വേണ്ട, എല്ലാം തന്നെ ആയിക്കോളും ക്ലൈമറ്റ്. ഉണ്ടോ കുറേ അധികം പോയിന്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട് ഗൈസ്. നമുക്ക് ട്രാൻസ്മിഷനിൽ പോയിട്ട് വെള്ളവും കൂടെ ചെയ്യാം ഗൈസ്. ഇപ്പം ഇൻഫെക്ഷൻ നല്ലോണം ആയിട്ടുണ്ട്. സിംറ്റംസ് ഇതൊക്കെ ഉള്ളൂ. സിംറ്റംസിൽ പയ്യെ വർക്ക് ചെയ്ത് തുടങ്ങാം. ഇൻസോമിയ, ഓക്കെ ഗൈസ്. വേറൊന്നും നമുക്കിപ്പോൾ അങ്ങനെ, നമുക്ക് അനീമിയ ഗൈസ്. നമുക്ക് പയ്യെ താഴേന്നും വർക്ക് ചെയ്ത് തുടങ്ങാം. ഓ 10 വർഷം സമയം എടുക്കും. 10 വർഷത്തിനുള്ളിലാണ് ഇതാകത്തുള്ളൂ കേട്ടോ. സ്പ്രെഡ് ആയിക്കോ. ഇനി നമ്മൾ പയ്യെ ആയിരിക്കും കാര്യങ്ങൾ കൊണ്ടുപോകണേ. കാരണം ഇപ്പം നമ്മൾ ധൃതി പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ടിമ്മിൻ്റെ കാര്യം തീരും. എക്സ്ട്രീം പാത്തോളജൻ ബൈപ്പാസ് എയർ. 23 പോയിന്റ്സ് വേണം ഗൈസ്. ബേർഡ്സ്, പക്ഷികൾ എത്തിക്കുമെന്ന് നോക്കാം. നമ്മൾ ചേരും കഴിഞ്ഞിട്ട് ഓക്കെ ഗൈസ്, നമുക്ക് ഈ എക്സ്ട്രീം ഇതുകൂടെ ചെയ്തിട്ട് നമുക്ക് നിർത്താം കേട്ടോ. ഇനി ട്രാൻസ്ക്രിപ്ഷനിലോട്ടേ നോക്കണ്ട, കാരണം അത്യാവശ്യം ഇൻഫെക്റ്റിവിറ്റി ഉണ്ട്. എല്ലായിടവും ഇൻഫെക്റ്റ് ആയിക്കോളും. അതെ, 9 എണ്ണമൊക്കെ ചുമ്മാ കയറുന്നുണ്ട് ഗൈസ്. നമുക്ക് എബിലിറ്റീസിൽ പോയിട്ട് എന്താണ് ക്യൂർ 1% ആയിട്ടോ. അപ്പോൾ നമുക്ക് എബിലിറ്റീസിൽ പോകണം. ക്യൂർ ഇച്ചിരി ആയിക്കഴിയുമ്പോൾ നമുക്ക് ജനറ്റിക് റീസഫിൾ ചെയ്യാനുള്ളതാണ്. പിന്നെ ചൂടിൻ്റെ റെസിസ്റ്റൻസ് ഇനി വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നോക്കാം. പോയിൻറ്റ്സ് കുറേ ഉണ്ടെങ്കിൽ എന്താ ഇപ്പം മ്യൂട്ടേറ്റായി നോക്കട്ടെ കേട്ടോ. ആവശ്യമില്ലാത്ത വല്ലാണെങ്കിൽ ചിലപ്പോൾ അമ്മമാർ ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് കുറേ പോയിന്റ്സ് കിട്ടുന്നുണ്ട്. നമുക്ക് ഓക്കെ, ഗ്രീൻലാൻഡിലെത്താൻ ഭയങ്കര പാടാണ് ഗൈസ്. ഇപ്പോൾ നമ്മൾ ഗ്രീൻലാൻഡിലെത്തി നമ്മളെ വേറെ ആരും പറ്റിക്കില്ലെങ്കിൽ നമുക്ക് വേൾഡ് മൊത്തം ഇൻഫെക്റ്റ് ചെയ്തിട്ട് മര പയ്യെ തട്ടി തുടങ്ങാം. ഇപ്പോൾ എബിലിറ്റീസ് എത്രയായി? 1% ആയിട്ടുള്ളൂ ഗൈസ്. നമുക്ക് വേൾഡ് ഡേറ്റയിൽ പോയിട്ട് ഇനി സ്വീഡനോടെ ഉള്ളൂ. സ്വീഡൻ അവസാനത്തെ പിടിച്ചവനെ. സ്വീഡനോടെ ഗൈസ് ഡെത്ത്സ് 81 ഡെത്ത്സ് ഉണ്ട് ഗൈസ്. നൈസ്. നമുക്ക് ഈ ഡ്രഗ് റെസിസ്റ്റൻസ് കൊടുത്തിട്ട് ഇപ്പോൾ കാര്യമില്ല എനിക്ക് തോന്നുന്നു. ഇത് കൊടുക്കാം. 3 ഇതുണ്ട്. നമുക്ക് അതിനകത്ത് സിംറ്റംസിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ വെയിറ്റ്, ഇപ്പം തന്നെ കയറും. അപ്പം സിംറ്റംസ് പോയി അൺലോക്ക് ചെയ്ത് തുടങ്ങാം ഗൈസ്. സിംറ്റംസിൽ ഡയഗ്നോസിയ ഗൈസ്. ക്യൂർ 2% ഗൈസ്. മറ്റേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ ഗൈസ്, സ്വീഡനിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടേക്ക് സ്വീഡനിൽ കുറേ മരണങ്ങൾ ഇൻഫെക്റ്റ് ആയവരൊക്കെ മരിച്ചുപോയി ഗൈസ് സ്വീഡനിൽ. അതൊരു കുഴപ്പമാവുമല്ലോ. ഇൻഫെക്റ്റ് ആയവരൊക്കെ സ്വീഡനിൽ മരിച്ചുപോയി. അതാണ് സ്വീഡനിൽ പറ്റിയത്.
ഇൻഫെക്റ്റ് ആയവരെല്ലാം മരിച്ചു പോയി സ്വീഡനിൽ ഗൈസ്. സ്വീഡനിൽ മാത്രമാണ് അത്ര മരണമേ ഉള്ളൂ, വേറെ എവിടെ അങ്ങനെ മരിച്ചിട്ടില്ല ആരും. സ്വീഡൻ 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 ഇപ്പം വന്നാൽ അതൊന്ന് നമുക്ക് മൊത്തം വായിക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരും ക്യൂർ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അവരിച്ചിരി മുമ്പോട്ട് പോട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ജനറ്റിക് ക്രിസ്റ്റഫറിന് എത്രയാവുമെന്ന് നോക്കാം ഗൈസ്. 24 DNA പോയിൻറ്റ്സ് ആട്ടോ. അവരിച്ചിരി മുമ്പോട്ട് പോട്ടെ. ഇനി അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. ജനറ്റിക് റീഷഫിളാണ്. സ്വീഡനിൽ വന്നോ? ഓക്കെ, സ്വീഡനിൽ 2 പേരുണ്ട് ഗൈസ്. നിങ്ങളങ്ങനെ കൂട്ട്, നിങ്ങളാണ്. ഓക്കെ തന്നെ അയക്കും സിംറ്റംസ് ഒക്കെ പയ്യെ. ലിറ്റാലിറ്റി ഗൈസ്, ലിറ്റാലിറ്റി നമുക്ക് പയ്യെ കൂട്ടണം. ഇതിന് ലിറ്റാലിറ്റി നോക്കിക്ക്. പക്ഷെ 5 അമ്മനായിട്ടുള്ളൂ. നമുക്ക് തിരിച്ചു പിടിക്കാം ഗൈസ് ലിറ്റാലിറ്റി. ഓക്കെ, നമുക്ക് നോക്കാം ഗൈസ്. നമുക്ക് തിരിച്ചു പിടിക്കാൻ നമ്മൾ പയ്യെ പോകേണ്ടത്. താങ്ക്സ്. സ്വീഡനിൽ ഇത്രയും പേര് മരിച്ചു. ജപ്പാനിൽ ആദ്യത്തെ മരണം. ഗായ്സ്, ലിറ്റാലിറ്റി ഭയങ്കരമായിട്ട് കൂടി തുടങ്ങിയിട്ടുണ്ട്. ട്രാൻസ്മിഷൻ്റെ ആവശ്യം ഇല്ലാന്ന് തോന്നുന്നു. കാനഡയിലോ? കാനഡയിലൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. ട്രാൻസ്മിഷൻ വേണ്ടി വരുമോ? ഇവിടെ അങ്ങനെ വന്നില്ലല്ലോ ഇങ്ങടെ. മിക്ക സ്ഥലങ്ങളും പണിയൊന്നും തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. കാനഡ എനിക്കൊരു പണിയാവുമെന്ന് തോന്നുന്നു ഗൈസ്. ഡിസീസസിൽ പോയിട്ട് എബിലിറ്റീസിൽ പോയിട്ട് ജനറ്റിക് റീസഫിൾ. ഓക്കെ ഗൈസ്, അമ്മരുടെ ഇത് കാനാണ്. കാനഡയാണ് എനിക്ക് ഇപ്പോൾ. ഓക്കെ, അത് നോക്കിയിട്ടോ. ഈ ട്രാൻസ്മിഷനിലോട്ട് ഇങ്ങനെ പണി കൊടുത്തു തുടങ്ങണമല്ലോ. സിംറ്റംസ് ഗൈസ്, ലിറ്റാലിറ്റി കൂട്ടുന്ന സിംറ്റംസ് ഏതാ? ഗൈസ്, ഇച്ചിരിയുടെ പോയിന്റ്സ് വേണം. മാക്സിമം കിൽഡ് മോർ ദാൻ ബ്ലാക്ക് ഡെത്ത്. താങ്ക്സ്. നിങ്ങൾ അവരെല്ലാം അടച്ചു ഗൈസ്. ഇനി അവിടെ അകത്തുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ കാനഡയുടെ. അതാണ് കാനഡയിലെ സിംറ്റംസ് എന്ന് പറയുന്നത്. അത്യാവശ്യം കൊള്ളാം ഗൈസ്. ബട്ട് കിവറങ്ങ് കയറി അങ്ങ് പോവാണല്ലോ. എബിലിറ്റീസിലൊക്കെ ഇതിന് 29 പോയിൻറ്റ്സ് ആണ് ഗൈസ്. നമുക്കത് ഇച്ചിരി ആയി കഴിയുമ്പോൾ തന്നെ ചെയ്യാം ഗൈസ്. നിങ്ങളെനിക്ക് കൂടുതൽ പോയിന്റ്സ് തരുവിൻ. DNA പോയിന്റ്സ് താ ഗൈസ്. നമ്മൾ തോക്കുവോ എന്നുള്ളൊരു സംശയം. അത് കുഴപ്പമാവും. ഇറ്റലി എൻ്റെ പേര് മൊത്തം ചുമന്നെടുത്തോണ്ട് ഇറ്റലിയിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഗൈസ്. എല്ലാവരും അടച്ചു തുടങ്ങി ഗൈസ്. എല്ലാം അടച്ചു തുടങ്ങി. കാനഡക്കാർ പണി തന്നു തുടങ്ങി. ഇത് 19 ആയിട്ടുള്ളൂ. നമുക്ക് ഇപ്പോൾ കയറുന്നില്ല. എനിക്ക് ലിറ്റാലിറ്റി കിട്ടുന്നത് ഈ സാധനം എടുക്കാന്ന് ഓർത്തിട്ടായിരുന്നു. സുഡാനൊക്കെ നോക്കട്ടെ. മില്യൺസ് ആണ് ഗൈസ്, മില്യൺസ്. ഇതങ്ങ് ഇതാവുന്നില്ലല്ലോ ഗൈസ്. നമ്മൾ മിക്കവാറും തോക്കും ഗൈസ്. കാരണം ഇവിടെ ഒന്നും അങ്ങനെ സ്പ്രെഡ് ആവുന്നില്ല. ഇൻഫെഷ്യസ് ഉണ്ട്, പക്ഷേ
എല്ലാം പൊട്ടിക്കണം കേസ് നമ്മൾ. പക്ഷെ നമുക്ക് DNA പോയിൻറ്റ്സ് കിട്ടുന്നില്ല, കാരണം ഇനി ഇൻഫെക്റ്റ് ആവുന്ന സ്ഥലങ്ങളില്ലല്ലോ. അതുകൊണ്ട് DNA പോയിൻറ്റ്സ് കിട്ടുന്നില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലിറ്റാലിറ്റി ഗായ്സ് പണിയായി തുടങ്ങി. കാരണം DNA പോയിൻറ്റ്സ് കിട്ടാത്തതുകൊണ്ട് നമുക്ക് ക്യൂർ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. DNA പോയിൻറ്റ്സ് പയ്യെ DNA പോയിൻറ്റ്സ് DNA പോയിൻറ്റ്സ് ഗൈസ്. കാനഡ നോക്കാം ഗൈസ്. കാനഡയിൽ ഇൻഫെക്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മാപ്പ് ഒന്ന് നോക്കട്ടെ. 94 days കൂടെ ഉണ്ട് ഗൈസ്. നമുക്ക് ഇൻഫെക്ഷസ് എല്ലാവരും ഇൻഫെക്റ്റഡ് ആണ്. ക്യൂർ ഗ്രാഫ് നോക്കട്ടെ. പണിയാകുന്നുണ്ടേ. വേൾഡിൽ എല്ലാവരും ഇൻഫെക്റ്റഡ് ആണ്, ആരും ഹെൽത്തി ഇല്ല കേട്ടോ. അപ്പോൾ അത് തന്നെയൊരു ഹെൽത്തി പീപ്പിൾ ഉണ്ട് ഗൈസ്. അത് എവിടെയാടാ അവനൊക്കെ? ഇവിടെ ഒന്നും ഹെൽത്ത് ഇല്ല എവിടെയൊന്നും. ഇത് ഇവിടെ വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ പഠിക്കണം. ഓക്കെ, ദർ ആർ നോ ഹെൽത്തി പീപ്പിൾ ലെഫ്റ്റ്. എല്ലായിടത്തും എല്ലാവരും ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല ഗൈസ്. ഐ തിങ്ക് വി ഹാവ് ടു ഗോ. ഇതും സെയിമാണ്. ഗൈസ് കാരണം ലിറ്റാലിറ്റി കൂട്ടിയേ പറ്റുള്ളൂ. 6-7 വേറെ DNA പോയിൻറ്റ്സ് ഇപ്പോൾ അവിടെ നിന്ന് കിട്ടണേ. 6 DNA പോയിൻറ്റ്സ് കിട്ടിയല്ലോ. ഇത് ബാക്കി ഉണ്ടായതാണോ ആയിരിക്കും. കാരണം DNA പോയിൻറ്റ്സ് ഒന്നും അങ്ങനെ കിട്ടുന്നില്ല. ഇതിപ്പോൾ ഉണ്ട് ഗൈസ്. ഇതുണ്ട് ഗൈസ്. 11 പോയിൻറ്റ്സ് വേണം ഇതിന്. എല്ലാവരെയും ക്യൂറിന് ഇതാവുന്നതിന് മുമ്പ് കൊല്ലാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു ചോദിക്കുന്നു. ഈ ക്യൂറിൻ്റെ എയറോപ്പൈ മൊത്തം പൊട്ടിക്കണം ഗൈസ്. 75% ആയല്ലോ. എല്ലാവരും ഇൻഫെക്റ്റഡ് ഗൈസ്, എല്ലാവരും. പണിയാവുന്നു. കുറേ പേര് മരിക്കുന്നുണ്ടെങ്കിലും നമുക്കത് പണിയാവുന്നുണ്ട്. ഗൈസ് നമ്മൾ തോറ്റു ഗൈസ്. നമുക്ക് അങ്ങനെ ആൾക്കാരെ കൊല്ലാൻ പറ്റുന്നില്ല. ഓക്കെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്കിപ്പോൾ? നമ്മൾ ചെയ്യാത്തതായിട്ട് എന്തെങ്കിലും നമുക്ക് അൺലോക്ക് ആക്കാൻ പറ്റുമോ? പറ്റില്ല ഗൈസ്. എന്തെങ്കിലും കിട്ടൂ. എന്നൊക്കെ 9 പോയിൻറ്റ്സ് ഒക്കെ വെച്ച് വേണം ഗൈസ്. നമുക്ക് ഇല്ല അത്ര പോയിൻറ്റ്സ്. 7 പോയിൻറ്റ്സ് ഗൈസ്. 9 പോയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. 87 ആയി ഗൈസ്. ഇതിനി കിട്ടുമെന്ന് തോന്നുന്നില്ല. എല്ലായിടത്തും ക്യൂർ വിട്ട് കളിക്കണേ. ക്യൂറൊന്നും വേണ്ട കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ളാണ്. ഇവിടെ ആൾക്കാരുണ്ടോ ഈജിപ്തിലൊക്കെ? അവരൊക്കെ ചത്തു തുടങ്ങിക്കോളൂല്ലോ. അവരൊക്കെ തീരാറായി വന്നു. എല്ലാവരും തീർന്ന വല്ല കൺട്രീസ് ഉണ്ടോ എന്ന് നോക്കാം ഗൈസ്. ലേസ് എല്ലാവരും മരിച്ചൊരു കൺട്രി പോലും ഇല്ല. ഇവിടെയൊക്കെ എല്ലാവരും മരിക്കത്തില്ല. മരിക്കാണ്ട് എല്ലായിടത്തും എല്ലാവരും മരിക്കാൻ. ഇവിടെ കുഞ്ഞുണ്ട്. ഓക്കെ ഗൈസ്. തിരിച്ച് പിടിക്കണോ? മാക്സിമം ആൾക്കാരെ കൊന്നു നിർത്തിട്ടാ പോകത്തുള്ളൂ. എന്തായാലും തോറ്റു. അപ്പം മാക്സിമം ആൾക്കാരെ കൊണ്ട് പോവാം ഗൈസ്. അതാണ് എൻ്റെ പ്ലാൻ. ഇപ്പോൾ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുമോ? ഒന്ന് പയ്യെ പോവാമോ? ഇതവിടെ ചെല്ലണമെങ്കിൽ നിങ്ങൾ തീർക്കുമല്ലോ പരിപാടി.
ഓക്കെ ഗൈസ്, അറിയില്ല 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 അറിയില്ല. ഓ ക്യൂർ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ പയ്യെ ഇൻഫെക്ഷൻസ് കുറഞ്ഞു തുടങ്ങും ഗൈസ്. ഡെത്ത്സ് കൂടും ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മൾ തോറ്റു, പക്ഷേ മനുഷ്യൻ്റെ പകുതിയെ കൊണ്ടാണ് തോറ്റത്. യെസ്, പ്രൗഡ് ഓഫ് മൈ സെൽഫ്. മനുഷ്യന്മാരുടെ പകുതിയെ കൊണ്ടാണ് ഗൈസ് തോറ്റത്. നമ്മൾ തോറ്റുപോയി, എന്നാലും തോറ്റുപോയി തോൽവി തന്നെയാടേ. ഇത് നോക്കടേ, ആരും ഇല്ലടേ ഇനി ബാക്കിയേ. എന്നും പറഞ്ഞു അവർ 100% ആക്കി അവന്മാർ പരിപാടി കഴിക്കാറായി വേൾഡിൽ. ഇപ്പോഴാണ് ഇതൊക്കെ വരുന്നത്. ഇതൊക്കെ നേരത്തെ വന്നേർന്നെങ്കിൽ ഞാൻ ജയിച്ചല്ലേ. എനിക്ക് പോയിൻറ്റ്സ് കിട്ടുന്നില്ല ഗൈസ്, അതാണ് കുഴപ്പം. പോയിൻറ്റ്സ് അമ്മമാർ തന്നില്ല. എന്നാലും എൻ്റെ ടീമേ ഇവരൊക്കെ മൊത്തം ഇതാക്കിയെന്നുള്ളൂ. US-ലൊക്കെ ഇനി 0 ഗൈസ് എല്ലായിടത്തും. ഇന്ത്യയിലൊക്കെ 0. വേൾഡിൽ പിന്നെ എവിടെയുള്ള വെയിറ്റ് ചെയ്യും, ഡേറ്റ ആക്കട്ടെ. സെൻട്രൽ ആഫ്രിക്കയിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ മാത്രമേ ഉള്ളൂ. അവിടെ മാത്രമേ ഉള്ളൂ. തോറ്റുപോയി. അയ്യോ, തോറ്റുപോയി. അയ്യോ, നമുക്കിങ്ങനെ ഡിവോൾവ് ചെയ്യാറുന്നു. ഓടാ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ടീമിനെ കൊണ്ട് തോറ്റു. അപ്പോൾ നമുക്ക് വേറൊരു സൈഡിൽ കാണുന്നവരെ ബൈ.